ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിക്കുകയാണെങ്കിൽ പർവേഷ് സാഹിബ് ആയിരിക്കും മുഖ്യമന്ത്രി എന്നാണ് ഞാൻ കരുതുക. സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ, പഴയ മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ ഒരു ജയന്റ് കില്ലറായി വന്നാൽ പർവേഷ് സാഹിബിന് എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് ജയന്റ് കില്ലർ ആവുന്നത്. ജനപ്രീതിയിൽ പർവേഷ് സാഹിബ് വർമ്മയ്ക്ക് വലിയ പിന്തുണയുണ്ട് എന്നതാണ് ഈ സർവേകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. 13% ആളുകൾ BJP-യിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് വർമ്മയാകട്ടെ എന്ന നിലയിൽ അഭിപ്രായപ്പെട്ടു എന്നാണ് സർവേകളിൽ പോലും പറഞ്ഞത്. അപ്പോൾ ജനപ്രീതിയുള്ളൊരു നേതാവ് കൂടിയാണ്. അവിടെ ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി പ്രഥമ പരിഗണന പേര് ആയിരിക്കും. 430 വോട്ടുകൾക്കാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ നിൽക്കുന്നത്. വീണ്ടും മോശമാവുകയാണ് കേജ്രിവാളിന്റെ സാഹചര്യം. 430 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ. വളരെ ശക്തമായ മത്സരം. സന്ദീപ് ദീക്ഷിത് പിടിക്കുന്ന വോട്ടുകൾ. സന്ദീപ് ദീക്ഷിത്തിന് ഒരു മധുര പ്രതികാരം എന്ന് പറയാം. സന്ദീപ് ദീക്ഷിതിന്റെ അമ്മയെ ശരിക്കും പറഞ്ഞാൽ ഒരു കേട്ടിട്ടുള്ള കഥ. ഇപ്പോൾ ഷീലാ ദീക്ഷിതിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ മുഖ്യ സോഴ്സ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു BJP നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ഷീലാ ദീക്ഷിതിനൊക്കെയുള്ള തെളിവുകൾ ഞങ്ങൾക്ക് കൈമാറാമോ എന്ന് ചോദിച്ചപ്പോൾ കെജ്രിവാൾ ഒരു കെട്ട് പത്രക്കടല, അതായത് ഈ പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ട് ഇതാണ് തെളിവ്. പണ്ട് രാവിലെ P. ബസന്ത് അത് പറയുന്നുണ്ടായിരുന്നു. ഒരു കെട്ട് പത്രക്കടലാസ് വെട്ടിയെടുത്തതെല്ലാം കൂടി ഇതാണ് രേഖ. ഒന്നും തെളിയിക്കാനായില്ല. പക്ഷേ ഷീലാ ദീക്ഷിത് എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയുടെ അവസാനമായിരുന്നു. കോൺഗ്രസിനെ ഫിനിഷ് ചെയ്തത് ശരിക്കും അരവിന്ദ് കെജ്രിവാളാണ്. മാത്രമല്ല അന്ന് ഈ പറയുന്ന അണ്ണാ ഹസാരിയുടെ അഴിമതി വിരുദ്ധ സമരം അവിടെ ഒരു വലിയ ഫിഗറായി അരവിന്ദ് കെജ്രിവാൾ ഉയർന്നു വരികയാണ്. അപ്പൊ 45 തൊട്ടിരിക്കുന്നു. 45-25. നരേന്ദ്രമോദിയുടെ BJP ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് 45 എന്ന തിളക്കമാർന്ന സീറ്റിലേക്ക് എത്തുന്നു. വോട്ടെണ്ണൽ പകുതി പിന്നിടുന്ന ഘട്ടം എന്ന് ഏറെക്കുറെ മണ്ഡലത്തിൽ പറയാം. 45 BJP, 25 ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വലിയൊരു താമര കൊടി പാറുകയാണ്. 45 സീറ്റുകളിൽ BJPക്ക് മികച്ച ലീഡ് തന്നെ സ്വന്തമാക്കി മുന്നോട്ട് പോകാൻ കഴിയുകയാണ്. ഈ ട്രെൻഡ് പോവുകയാണെങ്കിൽ വിജയ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പറഞ്ഞ പിറകോട്ട് പോക്ക് അദ്ദേഹത്തിന്റെ അതിനപ്പുറം പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ അതിന്റെ കണക്കുകളുമായി ഇപ്പോൾ വരാം. വലിയ ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തോൽവി മുന്നിൽ കാണുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കെജ്രിവാൾ പോയേക്കാം. കാരണം പർവേഷ് ലീഡ് നില അദ്ദേഹത്തിന്റെ ലീഡ് 430 ഉയർത്തുന്നു എന്നുള്ളതാണ്. 430 ലീഡ്. 430 അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് സാഹിബ് സിംഗിന്റെ ലീഡ് 430 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 8 റൗണ്ട് കഴിഞ്ഞു. 8ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ പകുതിയിലധികം വോട്ടുകളും എണ്ണിത്തീരുന്ന സമയത്ത് കെജ്രിവാളിന്റെ വോട്ട് നില മാർജിൻ 430-ന് 60% വോട്ട് എണ്ണി കഴിഞ്ഞു. 5 റൗണ്ട് മാത്രം ശേഷിക്കുകയാണ്. 5 റൗണ്ട് മാത്രം ശേഷിക്കെ 430 വോട്ടുകൾക്ക് പർവേഷ് സാഹിബ് ലീഡ് ചെയ്യുന്നു. പർവേഷ് വർമ്മയ്ക്ക് 16,903 വോട്ട് ഇതുവരെ എണ്ണിയതിൽ 16,903 വോട്ടാണ് പർവേഷ് വർമ്മയ്ക്ക്. അരവിന്ദ് കെജ്രിവാളിന് 16,473. സാധ്യത മങ്ങുകയാണ് ആം ആദ്മി പാർട്ടിക്ക്. അവർക്ക് ദില്ലിയുടെ അധികാര കേന്ദ്രത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന് ഏറെക്കുറെ മനസ്സിലാവുകയാണ്. 430 വോട്ടുകൾക്ക് അവരുടെ അരവിന്ദ് കെജ്രിവാൾ അവരുടെ മുഖ്യമന്ത്രി പിന്നിട്ട് നിൽക്കുകയാണ്. അവരുടെ ദേശീയ അധ്യക്ഷൻ, അവരുടെ ദേശീയ രാജാവ്. അനൌദ്യോഗിക കണക്കുകളിൽ 1000-ലധികം വോട്ടുകൾക്കാണ് പർവേഷ് സാഹിബ് ലീഡ് ചെയ്യുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാൾ ഒരു പരാജയത്തെ നേർക്കുനേർ മുന്നിൽ. സന്ദീപ് ദീക്ഷിത് 2812 വോട്ട് 3000-ന് അടുത്തേക്ക് എത്തുന്നുണ്ട്. ഒരു 5000 വോട്ട് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ 4 റൗണ്ട് അല്ലെ 5 റൗണ്ട് 40-30 എന്ന നിലയ്ക്ക് നിന്നപ്പോൾ പറഞ്ഞ മണ്ഡലങ്ങൾ 500 മാർജിൻ താഴെയുള്ള മണ്ഡലങ്ങൾ എല്ലാം BJPയുടെ ക്യാമ്പിലേക്ക് ചേരുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ 45-25 ഉണ്ടാകുന്നത്. ഇപ്പോഴും വലിയ ഭീഷണി ഉയർത്തുന്ന മണ്ഡലങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. തിമാർപൂരിൽ സുരീന്ദർ പാൽ സിംഗ് 112 വോട്ടുകൾക്ക് മാത്രമാണ് മാർജിൻ എടുത്തു നിൽക്കുന്നത് എന്നത് പ്രധാനമാണ്. അങ്ങനെ ഇപ്പോഴും ഭീഷണി 25-ൽ നിന്ന് താഴേക്ക് പോകാം എന്ന നിലയ്ക്ക് ആം ആദ്മി പാർട്ടിക്ക് ഭീഷണി ഉയർത്തുന്ന മണ്ഡലങ്ങൾ ഇപ്പോഴും അവരുടെ പട്ടികയിലുണ്ട് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാന്യമായതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ചുകൂടി മോശം നിലയിൽ ആം ആദ്മി പാർട്ടി തോറ്റേക്കാം. ആം ആദ്മി സംഘം വിഹാറിൽ 240 വോട്ടിന്റെ മാത്രം മാർജിനാണ് അവർക്ക് ഉള്ളത്. ആ 2 മണ്ഡലങ്ങളാണ് വലിയ ഭീഷണി ഉയർത്തുന്നത്. മറ്റിടത്തൊക്കെ സാമാന്യേന മാന്യമായ ഒരു മാർജിൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുമുണ്ട്. കൂടുതൽ വോട്ടുകൾ എണ്ണുകയാണ്, നേരത്തേതുപോലെയല്ല. ഡൽഹിക്ക് ഇനി താമരക്കാലമാണ്. പല അർത്ഥത്തിൽ BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, രാജ്യം ജയിച്ചപ്പോഴും ഡൽഹി എന്ന ദേശീയ തലസ്ഥാന പ്രദേശത്ത് കഴിഞ്ഞ 28 വർഷമായി BJPക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേശീയ തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അധികാരം, അവിടുത്തെ സംസ്ഥാനത്തിന്റെ
അധികാരം BJPക്ക് വരുന്നു എന്ന ഒന്നാമത്തെ ഘടകം. BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ഡൽഹി. എന്നിട്ടും അവർക്ക് കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. ആ അവസ്ഥ മാറുന്നു. അരവിന്ദ് കെജ്രിവാളിനോട് നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായി തന്നെ അനിഷ്ടമുണ്ട്. നരേന്ദ്രമോദിയെ ഹെഡ് ഓൺ നേരിടുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ പേഴ്സണൽ വിക്ടറി കൂടിയാണ് എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം ഉറപ്പാക്കൽ, ആപ്പിനെ ഡിസിന്റഗ്രേറ്റ് ചെയ്യൽ, അങ്ങനെ BJPയുടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്ടാണ് തലസ്ഥാനത്ത് വിജയിക്കുന്നത്. അങ്ങനെ 28 കൊല്ലത്തിന് ശേഷം രാഷ്ട്രീയ അധികാരം ഡൽഹിയിൽ BJPക്ക് അരവിന്ദ് കെജ്രിവാളിനെ തന്നെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ മധുരം കൂടും. രാഷ്ട്രീയമായി പല മാനങ്ങളുള്ള വിജയം എന്ന് BJPയുടെ ഡൽഹി വിജയത്തെ കാണാം. ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ചെറിയ പിന്നോട്ട് പോക്കിനെ BJP മറികടക്കുന്നു. ഹരിയാന, മഹാരാഷ്ട്ര, ഇപ്പോൾ ഡൽഹി, അടുത്തത് ബീഹാർ ആകാം. ശരി, ഇപ്പോ നമ്മൾ ന്യൂഡൽഹിയിലാണ് 430 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ പിന്നിട്ട് നിൽക്കുന്നത്. കൽക്കാജിയിൽ രമേശ് ബിധുരി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 3231 വോട്ടുകൾ 12 റൗണ്ടിൽ 6 റൗണ്ട് എണ്ണി തീർന്നിരിക്കുന്നു. പകുതി വോട്ടുകൾ എണ്ണി തീരുന്ന സമയത്ത് 3231 വോട്ടുകളുടെ സാമാന്യ ഭേദമായ ഒരു മാർജിൻ അതിഷി മർലേനയ്ക്കെതിരെ സ്വന്തമാക്കാൻ കഴിയുന്നുണ്ട് രമേശ് ബിധുരിക്ക്. അവിടെയും ഏറെക്കുറെ ലീഡ് എടുത്ത് വിജയം ഉറപ്പിച്ച നിലയ്ക്ക് തന്നെയാണ് BJPയുടെ സ്ഥാനാർത്ഥി മുന്നോട്ട് മുന്നിൽ കാണുന്നു. അതിഷി പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ലെങ്കിലും കെജ്രിവാൾ മണ്ഡലം മാറിയ പരീക്ഷണം എന്തായാലും മനീഷ് സിസോദിയയ്ക്ക് നേതാക്കളുടെ പരാജയം